ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊരു മുദ്രയെക്കുറിച്ചാണ്. അതായത് ഗണേശ മുദ്ര അല്ലെങ്കിൽ ഗണപതി മുദ്ര എന്നൊക്കെ പറയുന്ന, നമുക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾക്ക് ഈ മുദ്ര ചാൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെല്ലാം മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ ജീവിതം മാറിമറിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനത്തിനും സപ്പോർട്ടിനും ആ ഒരു മോട്ടിവേഷനും നല്ല സജഷൻസിനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഗണപതി ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും, മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങളെ എല്ലാം ഒഴിവാക്കി തരുന്ന ദേവനാണ് അല്ലെങ്കിൽ ഭഗവാനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്താൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് നല്ല പവർ ഉണ്ടാവുക. നമ്മൾക്കറിയാം, ജനിച്ചു വീഴുന്ന കാലം മുതൽ മരണം വരെ നമ്മൾ നിൽക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ തലച്ചോറ് എന്ന് പറയുന്നത് പല അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വളർച്ചയുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. അതിൽ ഇങ്ങനെ ഒരുപാട് പ്രഷറൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഭാരങ്ങൾ ഉണ്ടാവും, ജീവിത ഭാരങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രെയിനിന് നല്ല പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെ ഗണപതി ഭഗവാന്റെ ഭാര്യമാരാണ് ബുദ്ധിയും സിദ്ധിയും. അപ്പോൾ ഭഗവാനെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൊണ്ട് നമ്മൾക്ക് അവരുടെ അനുഗ്രഹം കൂടി കിട്ടുന്നത് കൊണ്ട് നല്ല കോൺസെൻട്രേഷൻ, എപ്പോഴും നമ്മൾ പലർക്കും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഒരു +2 ലെവലൊക്കെ ആവുന്ന സമയത്ത്, പണ്ട് കുട്ടിക്കാലത്ത് 5ാം ക്ലാസ് 6ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ വളരെ ബ്രൈറ്റ് ആയിരുന്നു, വളരെ സ്മാർട്ടായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പഠിത്തത്തിന് ഞാൻ വളരെ ഓഫായിപ്പോയി, അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർക്ക്, കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മുദ്ര വെച്ച് ചാൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ പവർ അല്ലെങ്കിൽ മെമ്മറി പവർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒക്കെ രീതിയിൽ നമുക്ക് ഏകാഗ്രമായി നിന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെയുള്ളൊരു മഹത്തരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഗണപതി എന്ന് പറഞ്ഞാൽ ഗണങ്ങളിൽ പതിയായവൻ എന്നാണ് അർത്ഥം. ഗണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ്, ഫീലിങ്സിനെയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ മാസ്റ്റർ ആവുക. ആ ഒരു രീതിയിൽ നമ്മളുടെ ചിന്താഗതികളെ എല്ലാം പല പല സാഹചര്യങ്ങൾ, വാർത്തകൾ, ആളുകൾ, വ്യക്തികൾ അല്ലെങ്കിൽ സാധ്യതകൾ ഒക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ആ ഒരു വൈകാരികമായിട്ടുള്ള ചിന്തകളിൽ പെട്ട് നമ്മളങ്ങ് കൺഫ്യൂസ്ഡായി അവിടെ ചുറ്റിക്കറങ്ങി ജീവിതത്തിൽ സ്റ്റക്കായി നിന്ന് പോയി പരാജയപ്പെട്ടു പോകുന്നതിന് പകരം ഈ ഒരു മുദ്ര വെച്ച് ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ചിന്തകളിലുള്ള മാസ്റ്ററിങ് പവറാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒന്നിനോടും വികാരം അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ചിന്തകൾ ഇല്ലാതെയാവുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ബുദ്ധി എന്ന് പറയുന്നതിനെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ജീവിത വിജയങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെ നമ്മളുടെ ബോഡി വെയ്റ്റ് വളരെയധികം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. നമ്മളുടെ ഭയം അല്ലെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഉയർത്താനും ഭയത്തിനെ ഇല്ലാതെയാക്കാനും ഒക്കെ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. കൊളസ്ട്രോൾ എന്ന് പറയുന്നതിനെ വളരെയധികം കുറച്ച് നിർത്തിക്കൊണ്ട് നമ്മളുടെ ഹെൽത്ത് പാരാമീറ്റേഴ്സ് എല്ലാം വളരെ ന്യൂട്രലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട്, ഭഗവാന്റെ ആ ഒരു പാദങ്ങളിൽ എപ്പോഴും നമ്മൾക്ക് നിന്ന് ഈ ഒരു മുദ്ര വെച്ച് നമ്മൾ ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലൊരു വലിയ പവർ ഉണ്ടാവും. അതായത് എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ ശേഷിയുള്ള, പ്രാപ്തിയുള്ള ഭഗവാൻ എൻ്റെ കൂടെയുള്ളപ്പോൾ, എന്നിലൂടെ ഇങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ പരാജയം ഉണ്ടാവില്ല. ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. അഹങ്കാരം കൊണ്ടല്ല, ആ ഒരു പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായി നിന്നാൽ
നമ്മൾക്ക് കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല. നമ്മൾക്ക് എല്ലാ ബ്ലോക്കേജസും മാറി നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ച് ആ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയിലേക്ക് നടന്നു പോകാൻ ഒക്കെ ഈ ഒരു മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് ചക്രയ്ക്കുള്ള ആ ഒരു ഓപ്പണിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വൈകാരികമായിട്ടുള്ള ആ ഒരു ചിന്താഗതിക്കെല്ലാം ഒരു മാസ്റ്ററിങ് പവർ കിട്ടുകയാണ്. ഇമോഷൻസിനെ അതിൽ കിടന്ന് ചുറ്റിക്കറങ്ങാതെ അതിനെ നമുക്ക് ആ ഒരു ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെ നോക്കി കാണുമ്പോൾ നമ്മളുടെ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിട്ട് മറ്റുള്ളവർ നമ്മളോട് ചെയ്തത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും എനിക്ക് കിട്ടിയത് ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റപ്പെടുത്തൽ, നഷ്ടബോധം, അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ അസൂയ, അല്ലെങ്കിൽ കുശുമ്പ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ആ ഒരു ക്ലട്ടേഴ്സിനെയും ഗാർബേജ് ബാഗേജസിനെയും എല്ലാം ഹാർട്ട് ചക്രയിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട്, ലെറ്റ് ഗോ ചെയ്തുകൊണ്ട്, നമ്മളുടെ ഹാർട്ട് ചക്രയെ വളരെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട്, ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട്, നമ്മളുടെ ഹാർട്ട് ചക്രയെ വളരെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ആ ഒരു പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മളുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മളുടെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു റിസീവിങ് മോഡിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്ത് മാറ്റാനായിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ വയ്ക്കുക, ഇടത് കൈ അതിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ഈ വിരലുകളെല്ലാം വന്നിങ്ങനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് നമ്മളുടെ തള്ളവിരൽ ഈ ചെറിയ വിരലിലേക്ക് 2 സൈഡും വന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് നമ്മളുടെ ഹാർട്ട് ചക്രയുടെ നേരെയാക്കി ഹൃദയത്തിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ നട്ടെല്ല് നിവർത്തി നമ്മൾ ഇരിക്കുക. നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് നമ്മൾ ശ്വാസം വിടുമ്പോൾ ഈ ഷോൾഡർ മുതൽ നമുക്ക് ഒരു എലാസ്റ്റിക്കിനെ വലിക്കുന്നത് പോലെ നമ്മളുടെ ഈ വിരലുകൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഒരു എക്സർഷൻ അല്ലെങ്കിൽ ഒരു ശക്തി കൊടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഒരു ശക്തി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്രയിൽ ഉള്ള പഴയ മെമ്മറീസ് അല്ലെങ്കിൽ വേദനകൾ എല്ലാം പതുക്കെ നമ്മൾ റിലീസ് ചെയ്ത് കളയുകയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു മുദ്ര വെച്ച് നമ്മുടെ ഹാർട്ട് ചക്രയുടെ ആ ഒരു പോർഷനിലേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ ഈ കൈക്ക് ഒരു ചെറിയ എക്സർഷൻ അല്ലെങ്കിൽ ഒരു ടഗ് ഓഫ് വാറ് പോലെ നമ്മൾ പുറത്തേക്ക് ഒരു ബലം കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കൈ നമ്മളെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് മിണ്ടാതെ ആ ഒരു മൊമെൻറ്റ്, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മളുടെ കൈ നമ്മളുടെ കാൽമുട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. പിന്നെ അതിനുശേഷം ഇപ്പുറത്തെ കൈ എടുത്ത് നമ്മൾ പുറത്തേക്ക് ഫേസ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ ഈ കൈ ഇങ്ങനെ വെച്ച് ഈ 2 തള്ളവിരൽ കിണ്ടിവിരലിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചെറിയ വിരലിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ റിലാക്സ് മോഡിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ ഇവിടെ ഈ കൈക്ക് പുറത്തേക്ക് ഒരു ടഗ് ഓഫ് വാറ് പോലെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫീലിംഗ് പോലെ ഒരു ചെറിയ ഒരു ഫോഴ്സ് കൊടുക്കുക. അതിനുശേഷം എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളുടെ ഹാർട്ട് സ്പേസിൽ ഒന്ന് കൈവച്ച് നമ്മളത് ഫീൽ ചെയ്യുക. അതിനുശേഷം റിലാക്സ്ഡ് ആവുക. ഇങ്ങനെ നമുക്ക് വലത് കൈ കൊണ്ട് 6 തവണയും ഇടത് കൈ കൊണ്ട് 6 തവണയും അങ്ങനെ രാവിലെ നമുക്ക് ചെയ്യാം ഈ ഒരു മുദ്ര വെച്ച്. അല്ലെങ്കിൽ ഇതിന് വേറൊരു രീതിയുണ്ട്. അതായത് നമ്മൾ മന്ത്രം കൂടി ചൊല്ലിക്കൊണ്ട് ഏതെങ്കിലും ഗണപതി ഭഗവാന്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം കൂടെ ചൊല്ലിക്കൊണ്ട്
നമ്മൾ ഈ മുദ്ര ചെയ്യുക. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഭഗവാന്റെ ആ ഒരു പാദങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ രീതിയിൽ തന്നെ ആ ഒരു രീതിയിൽ ലോക്ക് ചെയ്ത് നട്ടെല്ല് നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ഹാർട്ട് ചക്രയിലേക്ക് പോയിന്റ് ചെയ്തിരുന്നുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഗണപതി ഭഗവാന്റെ മന്ത്രം ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ. അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അതൊന്ന് ഫീൽ ചെയ്യുക. പിന്നെ ഇപ്പുറത്തെ കൈ വെച്ച് നമ്മൾ അതേ രീതിയിൽ ആ വിരൽ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഹാർട്ട് സെന്ററിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് അതേ മന്ത്രം തന്നെ ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ. പിന്നെ നിങ്ങളുടെ ആ ഒരു കൈ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അവിടെ നിന്ന് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ലെവലിൽ, സോൾ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കയ്യ് കാൽമുട്ടിലേക്ക് കൊണ്ടുവന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇത് ഒരു സൈക്കിളാണ്. ഇത് ഒരു പ്രാവശ്യം ആണ്. അതായത് നമ്മൾ ആദ്യത്തെ കൈ വെച്ചു, അത് കഴിഞ്ഞ് മന്ത്രം ചൊല്ലി നമ്മൾ ഹാർട്ട് സ്പേസിലേക്ക് ഫീൽ ചെയ്തു, അത് അടുത്ത കൈ വെച്ചു, നമ്മൾ ഹാർട്ട് സ്പേസിലേക്ക് ഫീൽ ചെയ്തു, റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു തവണ നമ്മൾ ചെയ്തു തീർന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 6 തവണ വേണമെങ്കിലും ചൊല്ലാം. ആ ഒരു രീതിയിൽ മുദ്ര വെച്ച് നമുക്ക് ചാൻറ്റ് ചെയ്യാം. പിന്നെ ഓരോ പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട മന്ത്രം എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. നമ്മളുടെ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഭക്തിയുടെ ആ ഒരു നിഷ്കാമമായ ഭക്തിയുടെ ആ ഒരു സേവനം പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള അത്രയും നമുക്ക് മന്ത്രങ്ങൾ ചൊല്ലാം. മനസ്സിലാക്കുക, നമ്മൾ ഭഗവാനെ എത്രത്തോളം നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ആർക്കും ആരെയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണ്ട, ആരോടും ഇതിനെക്കുറിച്ച് പറയണ്ട. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ഒരു ഗ്രേറ്റ്ഫുൾ ആവുകയും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മളുടെ എല്ലാ കർമ്മങ്ങളിലും നമ്മളത് ഓർമ്മിച്ചുകൊണ്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ മാജിക്കലായിട്ട്, മിറാക്കിളായിട്ട് നിങ്ങളൊരു അപകടത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ പോലും അറിയുന്ന നമ്മുടെ സെൻസറി സിസ്റ്റത്തിന് നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയുന്നതിന് മുമ്പ് ആ ഒരു ഈശ്വരീയ ചൈതന്യം എങ്ങനെയാണ് നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി മാറ്റി നിർത്തുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഒന്ന് ഉയർത്തുക. മറ്റുള്ളവരെല്ലാം ഒരു ഈഗോ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് നമ്മളുടെ അടുത്ത് ലോ വൈബ്രേഷനിൽ നിന്നുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ ജീവിതത്തിൻ്റെ ഓരോന്നൊക്കെ കോക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ അടുത്ത് കാണിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ വിഷമം തോന്നുകയും ദേഷ്യം തോന്നുകയും തിരിച്ചതുപോലെ തന്നെ പെരുമാറണമെന്നുള്ള ചിന്താഗതി മറിച്ച് അല്ലെങ്കിൽ ചിന്താഗതിയെ ത്യജിച്ച് നമ്മൾ ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിലേക്ക് ഉയർന്നു നിൽക്കുമ്പോൾ ഈശ്വര ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും അവരോട് ക്ഷമിക്കണേ, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഉയർത്തുക. അങ്ങനെ നമ്മളുടെ ഹാർട്ട് സ്പേസ് അങ്ങനെ ഉയരുമ്പോൾ ഇവർ ഈ ചെയ്തു കൂട്ടിയതിൻ്റെ ഒന്നും എഫക്റ്റൊന്നും അതിൻ്റെ ആ ഒരു അസ്ത്രങ്ങളൊന്നും നമ്മളുടെ ഹൃദയത്തിലേക്ക് ഏൽക്കില്ല. മറിച്ച് ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ആ ഒരു അനുഭൂതി, ആ ഒരു അനുഗ്രഹം എല്ലാം കൊണ്ട് നമ്മളുടെ ഹൃദയം ഇങ്ങനെ നിറയുമ്പോൾ നമ്മൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപകടം വരുന്നതിന് മുമ്പ് അവരെ നമ്മൾക്ക് രക്ഷിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒക്കെ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.